ചർച്ച ഇന്നിപ്പോൾ കൺവെൻഷൻ നടക്കുകയാണ്. കൺവെൻഷനോടുകൂടി എല്ലാ ചർച്ചകൾക്കും വിരാമമിട്ടുകൊണ്ട് ഇനി പ്രവർത്തിക്കുക എന്നുള്ളതിലേക്ക് UDF കടക്കുക. അല്ല, അതല്ല, അത് കോൺഗ്രസിനകത്തുള്ള വിഷയങ്ങളാണ്. കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ടാവും, ചർച്ച ചെയ്യാതിരിക്കുന്നുണ്ടാവും, അത് നമ്മുടെ വിഷയമല്ല. നമുക്കിപ്പോൾ ഒരു ഐക്യജനാധിപത്യ മുന്നണിക്കൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി ഇനി ഏതായാലും മാറ്റാൻ പോകുന്നില്ലല്ലോ. ആ സ്ഥാനാർത്ഥിയെ ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതല്ലേ ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അത് നമ്മൾ പരമാവധി ചെയ്യുക എന്നുള്ളതാണ്. UDF ഏത് കാൻഡിഡേറ്റിനെ നിർത്തിക്കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. അതിപ്പം അൻവറിൻ്റെ ഒരു വിഷയമല്ല, അത് അൻവറാണല്ലോ ആലോചിക്കേണ്ടത്. അല്ല, അത് അൻവർ ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗോതയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് UDFൻ്റെ കൺവെൻഷൻ വരുന്നതോടുകൂടി നമുക്കിനി വേറെ കാര്യങ്ങൾ ആലോചിക്കാനുള്ള സമയമില്ലല്ലോ. ഇനി ഉണ്ടെങ്കിൽ അത് ആ ഘട്ടത്തിൽ വരട്ടെ, ആ സമയത്ത് നമുക്ക് ആലോചിക്കാം. മറ്റൊന്ന് UDF ഒരു ഘടകകക്ഷി നേതാവിനാണ് BJP സ്ഥാനാർത്ഥിയായി. അപ്പോൾ UDF ഒരു കാൻഡിഡേറ്റിനെ ദാനം ചെയ്തു എന്നാണ് CPM പറയുന്നത്. അല്ല, അങ്ങനെ ഇപ്പോൾ ഓരോ പാർട്ടിയിൽ നിന്നും ഓരോരുത്തർ വേറെ പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ദാനമാവുക? നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പെർജിങ് എന്ന് പറയും. ചില ആളുകൾ അവർക്ക് അതൃപ്തി തോന്നുകയാണെങ്കിൽ ഈ ചക്കയുടെ കുരു ഇങ്ങനെ പേജ് ചെയ്യുന്ന പോലെ പേജ് ചെയ്താൽ, അങ്ങനെ പേജ് ചെയ്ത പല ആൾക്കാരും പല സ്ഥലത്തും ഉണ്ടാവും. അവരെ പലരും തേടിപ്പിടിച്ച് സ്ഥാനാർത്ഥികളാക്കുവാണ്. അങ്ങനെ കരുതിയാൽ മതി. അതിപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. ഒരാൾ വ്യക്തിപരമായി വിശ്വാസിയാണോ വിശ്വാസിയല്ലേ എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അതൊന്നും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സമയത്ത് എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിക്കകത്ത് ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ആ സ്ഥാനാർത്ഥിയെ നമ്മൾ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കാകെ ചെയ്യാനുള്ളത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി ചുഴ്ന്ന് നോക്കി ഒന്നും കാര്യങ്ങൾ നോക്കേണ്ട ഒരു സമയമല്ല. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വരാജ് VS അച്യുതാനന്ദനെതിരെ പറഞ്ഞ ഓഡിയോ ക്ലിപ്പും ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ആദ്യത്തെ വിഷയം അത് തീർക്കട്ടെ. അത് പിണറായി ആണോ VS ആണോ, പുള്ളി ഏത് പക്ഷാന്നുള്ളത് പുള്ളി ആദ്യം ഒന്ന് തീരുമാനിക്കും. നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്, എല്ലാ ആളുകളും. പക്ഷെ പല കാരണങ്ങളാലും സാധ്യമാകാതെ പോയതാണ്. പക്ഷെ നമുക്ക് ഒരു തീരുമാനത്തിൽ അവസാനത്തേക്ക് ഇപ്പം നാളെ UDF ഉണ്ട്, നാളെ രാവിലെ UDF ഉണ്ട്. UDFൽ നമ്മളെല്ലാം ചർച്ച ചെയ്ത് അവസാനം അന്തിമമായി എങ്ങനെ നീങ്ങണം എന്നുള്ളത് ഒരുമിച്ച് തീരുമാനിക്കും. അതിൽ ലീഗില്ല, കോൺഗ്രസ് ഇല്ല, UDF ആണ്. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഈ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഈ ആര്യയുടെ ശ്രമത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അൻവർ പിൻവലിക്കണമെന്നായിരുന്നു. അത് പിൻവലിച്ചെങ്കിൽ മാത്രമാണ് UDF ഘടകകക്ഷിയാക്കുന്ന തീരുമാനം എടുക്കുമെന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമായിരുന്നു, അത് UDFന്റെ തന്നെ അഭിപ്രായമായിരുന്നു. എങ്ങനെ, ഏത് കാര്യമാണ് പറയുന്നത്? അതായത് ഈ അൻവർ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അൻവർ ആര്യയുടെ ശ്രമത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കാതെ ഒരു ചർച്ചയില്ല, അല്ലെങ്കിൽ UDFിലേക്ക് വരാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അത് UDFന്റെ ഒറ്റക്കെട്ടായ തീരുമാനമായിരുന്നു. അല്ല, UDF കഴിഞ്ഞ യോഗത്തിലെടുത്തൊരു തീരുമാനമാണ് അൻവറുമായി സംസാരിക്കാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ UDFന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് VD സതീശനെ ചുമതലപ്പെടുത്തിയതാണ്. അപ്പോൾ അദ്ദേഹമാണ് സംസാരിച്ചത്. അദ്ദേഹം എന്ത് തീരുമാനം എടുക്കുന്നു അത് UDFന്റെ തീരുമാനം. അദ്ദേഹം എന്ത് പറയുന്നു അതാണ് UDF അന്ന് തീരുമാനിച്ചത്, അതാണ് അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയതാണ്. ശരി.